ഭരണത്തിലേറിയിട്ടും യൂത്ത് കോൺഗ്രസിന് വിശ്രമമില്ലാത്ത കാലമാണ്. കഴിഞ്ഞ 10 വർഷം LDF സർക്കാരിനെതിരെ വിവിധ വിഷയങ്ങളിൽ ശക്തമായ സമരം നടത്തിയിരുന്ന കോൺഗ്രസിന്റെ യുവജന സംഘടന പാർട്ടിയും മുന്നണിയും അധികാരത്തിലെത്തിയപ്പോഴും സമരപാതയിൽ തന്നെയാണ്. ആ സമരങ്ങളുടെ പ്രധാന വിഷയം PSCയിൽ നടന്നതും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ തട്ടിപ്പ്. അടുത്തിടെയാണ് PSCയുമായി ബന്ധപ്പെട്ട നിരവധി ക്രമക്കേടുകൾ കേരള സമൂഹത്തിന്റെ മുന്നിലെത്തിയത്. അതിൽ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഇന്ന് PSC ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് ഒരു മിന്നൽ സമരവുമായി എത്തിയത്. അതിന്റെ പ്രധാന കാരണം സാംസ്കാരിക വകുപ്പിന് കീഴിലെ പുരാരേഖ വകുപ്പിലെ അസിസ്റ്റന്റ് കൺസർവേഷൻ ഓഫീസർ തസ്തികയിലെ നിയമനത്തിൽ ക്രമക്കേട് ഉണ്ട് എന്ന് ആരോപിച്ചായിരുന്നു. 1984 താൽക്കാലികമായി സൃഷ്ടിച്ച ഒരു തസ്തികയാണ് ഇതെന്ന് യൂത്ത് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിതുവരെയും സ്ഥിരപ്പെടുത്തിയിട്ടുമില്ല. അത്തരമൊരു തസ്തികയിലേക്ക് പരീക്ഷയോ നിയമനമോ നടത്താൻ PSCക്ക് അധികാരമില്ല. കാരണം താൽക്കാലികമായ ഒരു തസ്തികയാണെങ്കിൽ അവിടെ PSCക്ക് പരീക്ഷ നടത്താൻ പറ്റില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇന്ന് ഈ തസ്തികയിലേക്ക് തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയെ നിയമിക്കാൻ PSC അധികൃതർ നീക്കം നടത്തുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഇടതുപക്ഷക്കാരനായ ഉണ്ണികൃഷ്ണൻ എന്നയാൾക്ക് സ്ഥിര നിയമനം നൽകുന്നതിന് വേണ്ടി യോഗ്യതയിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ PSC വരുത്തി എന്നാണ് സമരക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. MSc കെമിസ്ട്രിയാണ് ഈ പറയുന്ന തസ്തികയിലേക്ക് വേണ്ട യോഗ്യതയായിട്ട് കാലങ്ങളായി ഉള്ളത്. എന്നാൽ ഉണ്ണികൃഷ്ണന് മാത്രം ജോലി ലഭിക്കുന്ന രീതിയിൽ ഈ യോഗ്യതയ്ക്കൊപ്പം 3 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണമെന്ന് ഇത്തവണ PSC നിലപാടെടുത്തു. കാരണം ഉണ്ണികൃഷ്ണന് ഈ പറയുന്ന 3 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട്. അതാണ് സ്വന്തക്കാരെ തിരികെ കയറ്റാൻ PSC ചെയർമാനും അംഗങ്ങളും ശ്രമിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് വിമർശിക്കുന്നത്. ഇന്ന് നടന്ന അഭിമുഖത്തിൽ ഉണ്ണികൃഷ്ണൻ മാത്രമാണ് പങ്കെടുക്കുന്നത്. അതായത് ഒരാൾക്കു വേണ്ടി മാത്രം PSC അഭിമുഖം നടത്തുകയാണ്. ഇനി ഈ ഉണ്ണികൃഷ്ണൻ ആരാണെന്ന് നോക്കിയാൽ പുരാവസ്തു വകുപ്പ് ഡയറക്ടറായ റെജിമോന്റെ ഒരു സുഹൃത്തിന്റെ മകനാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ. അതും ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ ഇയാൾക്ക് വേണ്ടി ഡയറക്ടറായ റെജിമോനും PSCയും നടത്തുന്ന ഒത്തുകളി അട്ടിമറിക്കാൻ വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് PSC ആസ്ഥാനത്തേക്ക് പ്രതിഷേധവുമായി എത്തിയത്. വിവരാവകാശ രേഖ ചൂണ്ടിക്കാട്ടി തസ്തിക താൽക്കാലികമാണെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സമരക്കാര് ഈ മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. രാവിലെ PSC ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് വലിയ രീതിയിൽ അക്രമാസക്തമാകുന്നതാണ് കണ്ടത്. സമരത്തിന് നേതൃത്വം കൊടുത്ത തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നിയമ ഷജീറിനെ ഉൾപ്പെടെ പോലീസ് സംഘം ബലമായി അവിടെ നിന്നും പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ശക്തമായ രീതിയിൽ അതിനെ ചെറുത്തു നിൽക്കാൻ ഷജീർ ശ്രമിക്കുമ്പോൾ കൂടുതൽ ബലം പ്രയോഗിച്ചുകൊണ്ട് പോലീസ് ഈ നേതാവിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ ഇത് കണ്ടുകൊണ്ട് മറ്റ് പ്രവർത്തകർ ഉൾപ്പെടെ ഓടിയെത്തി അത് തടയുകയും പോലീസുകാരെ ഷജീറിനെ ഉൾപ്പെടെ പിടിച്ചിരിക്കുന്ന പോലീസുകാർ ഉൾപ്പെടെ തള്ളി മാറ്റുന്നതും പോലീസുകാർ വീഴാൻ പോകുന്നതും ഒക്കെ തന്നെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ പോലീസും യൂത്ത് കോൺഗ്രസുകാരും തമ്മിലുള്ള ഒരു വലിയ ഏറ്റുമുട്ടൽ തന്നെയാണ് ഇന്ന് PSC ആസ്ഥാനത്ത് നടന്നത്. എന്തായാലും DYFIയോ SFIയോ PSCയുടെ ഈ നീക്കം അറിഞ്ഞില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇത്തരത്തിൽ PSC എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ എന്ന നിലയിൽ ഈ SFIയും DYFIയുമാണ് ആദ്യം സമരത്തിന് ഇറങ്ങേണ്ടത്. എന്നാൽ അവർക്ക് ഇക്കാര്യത്തിൽ യാതൊരു മിണ്ടാട്ടവുമില്ല. അവർ ഈ വിഷയം അറിഞ്ഞതായിട്ട് ഭാവിക്കുന്നതേ ഇല്ല. അവരുടെ പൊടി പോലും അവിടെയെങ്ങും കാണാത്ത ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ജോലി കിട്ടുന്നത് തങ്ങളുടെ സ്വന്തക്കാരനാണെന്ന് ഒരുപക്ഷെ അറിഞ്ഞതുകൊണ്ടാകാം. മാത്രവുമല്ല ഈ PSCയുടെ ചെയർമാൻ ഉൾപ്പെടെ തലപ്പത്തിരിക്കുന്നവരെല്ലാം തന്നെ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് നിയമിച്ചവരാണ്. അവർ തങ്ങളുടെ സ്വന്തക്കാരന് വേണ്ടി ഒരു തീരുമാനമെടുക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ എതിർക്കുക എന്ന ധർമ്മസങ്കടത്തിലായിരിക്കും ഈ പറയുന്ന DYFIയും SFIയും. അതുകൊണ്ട് അവർ പ്രതിപക്ഷത്താണെങ്കിൽ പോലും അതിനോട് ഒന്നും പ്രതികരിക്കാതെ കണ്ണുമടച്ച് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മറുവശത്ത് ഭരണപക്ഷത്തുള്ള കോൺഗ്രസിന്റെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ് തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ സമരവുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസ് തന്നെ പറഞ്ഞത് തങ്ങൾ ഭരണത്തിലെത്തിയാലും ഒരു ഭരണവിലാസം സംഘടനയായിട്ട് യൂത്ത് കോൺഗ്രസോ KSU ഒന്നും മാറില്ല എന്നാണ്. കഴിഞ്ഞ 10 വർഷം SFIയും DYFIയും ഒക്കെ അത്തരത്തിൽ ഒരു ഭരണവിലാസം സംഘടനയായിട്ട് അധപ്പതിച്ചവരാണ്. കഴിഞ്ഞ 10 വർഷം അവർക്ക് അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ UDFന്റെ അധികാരം വന്നതിന് ശേഷമാണ് SFIയും ഒപ്പം തന്നെ DYFIയും സമരവുമായിട്ട് രംഗത്തിറങ്ങുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. എന്തായാലും PSCക്കെതിരെ നിരന്തരം ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയരുമ്പോൾ ഇനി സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് കാണേണ്ടത്. ഇന്ന് ആ PSC ആസ്ഥാനത്ത് നടന്ന ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കാം.
ഷജീറിനെ. ഏത് പോസ്റ്റായിരുന്നു എന്നാണ് പറഞ്ഞത്? ഏത് പോസ്റ്റിലായിരുന്നു പറഞ്ഞത്? അസിസ്റ്റന്റ് കൺസർവേഷൻ ഓഫീസർ. അഴിമതിയാണ് ഇവിടെ PSCയിൽ നടക്കുന്നത്. നമുക്കറിയാം, ഈ അഴിമതി നടക്കുന്നത് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള പുരാരേഖ വകുപ്പിന്റെ അസിസ്റ്റന്റ് കൺസർവേഷൻ തസ്തികയിലേക്കാണ് ഈ വലിയ തട്ടിപ്പ് നടക്കുന്നത്. നമുക്കറിയാം, PSCയെ സംബന്ധിച്ചിടത്തോളം PSCയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ഥിരമായി ഏതെങ്കിലും ഒരു തസ്തിക സ്ഥിരപ്പെടുത്തിയാൽ മാത്രമേ PSCക്ക് പരീക്ഷ നടത്താനും നിയമനം നടത്താനും അധികാരമുള്ളൂ. എന്നാൽ ഇന്നിവിടെ ഇന്റർവ്യൂ ചെയ്യുന്ന അസിസ്റ്റന്റ് കൺസർവേഷൻ ഓഫീസർ നിയമപരമായി അതൊരു താൽക്കാലിക തസ്തികയാണ്. അത് 1984 സൃഷ്ടിക്കപ്പെട്ട ഒരു താൽക്കാലിക തസ്തികയാണ്. ആ തസ്തിക ഇതുവരെ സ്ഥിരപ്പെടുത്താത്ത ആ തസ്തികയിലേക്ക് നിയമവിരുദ്ധമായി ചട്ടങ്ങളെ കാറ്റിൽ പറത്തി ഇതുപോലെ പുരാരേഖ വകുപ്പിന്റെ ഡയറക്ടറായിരുന്ന റജികുമാറും ഇന്ന് പരീക്ഷയിൽ പങ്കെടുക്കാൻ വരുന്ന ഉണ്ണിക്കുട്ടന്റെയും ഗൂഢാലോചന ചേർന്നുകൊണ്ട് ഒത്തു കളിച്ചുകൊണ്ട് PSC ചെയർമാൻ അടക്കമുള്ള ആളുകൾ ചേർന്നുകൊണ്ട് ഇവിടെ ഇന്റർവ്യൂ നടക്കാൻ പോവുകയാണ്. ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നതോ ആകെപ്പാടെ ഒരേ ഒരാൾ മാത്രമാണ്. എങ്ങനെയാണ് ഒരാൾക്ക് വേണ്ടി ഇവിടെ ഇന്റർവ്യൂ നടക്കുന്നത്? ഇപ്പൊ ഇത് ആദ്യമായിട്ടല്ല. കഴിഞ്ഞ ദിവസം ഹോട്ടൽ മാനേജ്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കും ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ അനുവദിക്കപ്പെട്ടത് ഒരാളാണ്. അതിനുശേഷം കയർ ബോർഡിലെ റീജിയണൽ ഓഫീസർ തസ്തികയിലേക്കും ഒരാൾക്ക് മാത്രമാണ് പരീക്ഷയിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരാൾക്ക് മാത്രം എങ്ങനെയാണ് പരീക്ഷയിൽ പങ്കെടുക്കാൻ കഴിയുന്നത്? മറ്റുള്ളവരുടെ അവകാശം എങ്ങനെയാണ് നിഷേധിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഉണ്ണിക്കുട്ടന് വേണ്ടി എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ ഈ തസ്തികയിൽ പങ്കെടുക്കണമെങ്കിൽ 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം, അസിസ്റ്റന്റ് കൺസർവേഷൻ ഓഫീസർ തസ്തികയിൽ പ്രവൃത്തി പരിചയം വേണം. അത് ഉണ്ണികൃഷ്ണന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണന് വേണ്ടി വഴിവിട്ട് ഇവിടെ സഹായിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഉറപ്പായിട്ട് ഉണ്ണികൃഷ്ണൻ ഈ പറയുന്ന ഇടതുപക്ഷ അനുഭാവിയാണ്. പുരാരേഖ വകുപ്പ് ഡയറക്ടർ രജികുമാറിന്റെ സുഹൃത്തിന്റെ മകനാണ്. 2017 അദ്ദേഹം താൽക്കാലികമായി ഇവിടെ ഈ രജികുമാർ ഇതിനകത്ത് അസിസ്റ്റന്റ് കൺസർവേഷൻ ഓഫീസറായി അദ്ദേഹം കയറുന്നത്. അദ്ദേഹത്തിന്റെ പ്രൊഫൈലിനകത്ത് അദ്ദേഹത്തിന്റെ പദവി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2017 പോലും അത് സ്ഥിരപ്പെടുത്താത്ത താൽക്കാലിക തസ്തികയാണ്. എങ്ങനെയാണ് പെട്ടെന്ന് അത് സ്ഥിരപ്പെടുത്തത് എന്നുള്ളതാണ്. അങ്ങനെ സംശയം തോന്നി വിവരാവകാശ രേഖ പ്രകാരം വിവരാവകാശ നിയമപ്രകാരം ഈ തസ്തികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചു. അതിൽ പുരാരേഖ വകുപ്പ് പറയുന്ന മറുപടി എന്ന് പറയുന്നത് ഇത്തരമൊരു തസ്തിക സ്ഥിരപ്പെടുത്തിയായിട്ടുള്ള ഒരു രേഖയും പുരാരേഖ വകുപ്പിനകത്തില്ല എന്ന് സർക്കാരിൻ്റെ വിവരാവകാശ രേഖ ബോധ്യപ്പെടുത്തുകയാണ്. ഈ രേഖയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ നടക്കുന്ന പരീക്ഷ ഇന്റർവ്യൂ അത് നിയമവിരുദ്ധമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ പുരാരേഖ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ മുഴുവൻ ഉത്തരവുകളും സർക്കാരിൻ്റെ സകല രേഖകളും കേടുകൂടാതെ കൃത്രിമം കാട്ടാതെ സൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് പുരാരേഖ വകുപ്പാണ്. ഇത് പുരാരേഖ വകുപ്പിനകത്തുള്ള ഒരു തസ്തികയാണ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസർ തസ്തിക. ആ തസ്തികയുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഉത്തരവ് എവിടെയെന്ന് പുരാരേഖ വകുപ്പിനോട് ചോദിച്ചപ്പോൾ അവർ കൈമലർത്തുകയും അങ്ങനെ ഒരു രേഖയില്ല എന്ന് പറയുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായി ഈ വിവരാവകാശ രേഖ മാറുകയാണ്. അപ്പോൾ കൺമുന്നിൽ ഒരു അഴിമതി നടക്കുമ്പോൾ എങ്ങനെ യൂത്ത് കോൺഗ്രസ് ചോദിക്കാതിരിക്കും? ഞാൻ ചോദിക്കട്ടെ, ഒരു തട്ടിപ്പിലൂടെ ഉണ്ണികൃഷ്ണൻ നിയമനം വാങ്ങിച്ച് പുറത്തു പോയാൽ ആരാണ് അപഹാസ്യരാകുന്നത്? ലക്ഷക്കണക്കിന് വരുന്ന കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് പൊട്ടന്മാരാക്കുന്നത്. അത് അനുവദിക്കാൻ പാടില്ല. ഇന്റർവ്യൂ ഇതുവരെ ഉണ്ണികൃഷ്ണനെ കയറ്റാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. ഇനിയും 9:30 മണി വരെ 9:30 മണിക്കാണ് ഇന്റർവ്യൂ. ഉണ്ണികൃഷ്ണൻ ഇതിനകത്ത് കയറാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന തീരുമാനത്തോടെ തന്നെയാണ് ഉറപ്പായിട്ടും തടയും. കാരണം ഉണ്ണികൃഷ്ണൻ നിയമവിരുദ്ധമായി നേടിയ ഒരു ഉത്തരവ് നിയമവിരുദ്ധമായിട്ടാണ് പരീക്ഷ ചെയ്യുന്നത്. അദ്ദേഹം ഇതിനകത്ത് കടന്നു കയറിയാൽ
ഈ നമ്മുടെ നാടിന്റെ മുഴുവൻ സിസ്റ്റത്തെയും മുഴുവൻ ഭരണ സംവിധാനത്തിനെയും കൊഞ്ഞണം കുത്തുന്നതിന് തുല്യമാണ്. അങ്ങനെ തട്ടിപ്പ് നടത്തി ഒരാൾക്ക് എങ്ങനെയാണ് ജോലി നേടാൻ കഴിയുന്നത്? ഈ ഇന്റർവ്യൂ കഴിയുന്നതോടുകൂടി അദ്ദേഹത്തിന് ജോലി ഉറപ്പാകും. അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിക്കാൻ കഴിയും. അപ്പോൾ ഇന്റർവ്യൂ നടക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ തട്ടിപ്പ് തടയാനുള്ള ഏക വഴി. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ വന്നത്. ഇപ്പോൾ PSC ചെയർമാൻ വേണമെങ്കിൽ ആക്ഷേപം ഉന്നയിച്ച സമയത്ത് PSC ചെയർമാന്റെ മുന്നിൽ പരാതി പോയിട്ടുണ്ട്. നിങ്ങൾ നടത്തുന്ന ഈ പരീക്ഷ ക്രമവിരുദ്ധമാണ് എന്ന് PSC ചെയർമാനോട് പരാതി പറഞ്ഞിട്ടുണ്ട്, ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. PSC ചെയർമാൻ എന്തുകൊണ്ട് ഈ വിവരാവകാശ രേഖ പരിശോധിക്കുന്നില്ല, എന്തുകൊണ്ട് നിർത്തിവെക്കുന്നില്ല? അപ്പോൾ ഉണ്ണികൃഷ്ണന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ടാണ് PSC ചെയർമാൻ ഇവിടെ നടപടികൾ പൂർത്തീകരിക്കുന്നത്. അങ്ങനെ കക്കൂല് വാങ്ങിച്ച് പ്രവർത്തിക്കുന്ന PSC ചെയർമാനെ ഞങ്ങൾ മുമ്പോട്ട് പോകാൻ അനുവദിക്കില്ല. മറ്റുണ്ടോ ഞങ്ങളുടെ ആവശ്യം തട്ടിപ്പ് സംഘങ്ങളായ ഈ പറയുന്ന പുരാരേഖ വകുപ്പ് ഡയറക്ടറായ റെജിമോനെയും ഈ ഉണ്ണികൃഷ്ണനെയും അതുപോലെ തന്നെ ഇതിനകത്തിരിക്കുന്ന PSC ചെയർമാനെയും അറസ്റ്റ് ചെയ്ത് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിനേക്കാൾ വലിയൊരു തെളിവ്, ഈ വിവരാവകാശ രേഖയെ വെല്ലുന്നൊരു തെളിവ് മുമ്പോട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സമാനമായ രീതിയിൽ ഇത് മൂന്നാമത്തെ പരീക്ഷാ തട്ടിപ്പാണ്. ഒരാൾക്ക് വേണ്ടി മാത്രം എന്തിനാണ് പരീക്ഷ നടത്തുന്നത്? ആ ഇന്റർവ്യൂ നടത്തേണ്ട ഒരു കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് നേരിട്ട് നിയമനം നൽകാലോ. ഇതാ നോക്കൂ, പുരാരേഖ വകുപ്പ് യോഗ്യനായ ആളിൻ്റെ യോഗ്യത എന്ന് പറയുന്നാൽ 5 വർഷം ഇതിനു മുമ്പേ താൽക്കാലിക ജീവനക്കാരനായിരുന്ന ആൾക്കാണ് പുരാരേഖ വകുപ്പിൽ ഷോർട്ട് ലിസ്റ്റിൽ വരുന്നത്. അതിനുശേഷം കയർഫെഡ് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾ അവിടെ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് മാത്രമാണ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. അതുപോലെ ഹോട്ടൽ മാനേജ്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ഒരാൾക്ക് മാത്രമാണ് ഷോർട്ട് ലിസ്റ്റിൽ കടക്കാൻ കഴിഞ്ഞത്. അത്തരത്തിൽ ഇതുപോലെ ഇഷ്ടപ്പെട്ടവരെ മാത്രം നിയമിക്കുന്നതിന് വേണ്ടി സകല ചട്ടങ്ങളെയും നിയമങ്ങളെയും കാറ്റിൽ പറത്തി മുമ്പോട്ട് പോകുന്ന ആ വ്യവസ്ഥിതിക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ശക്തമായി പോരാട്ടം നടത്തുന്നത്. അത് ഇന്ന് തുടങ്ങിയതല്ല, കഴിഞ്ഞ എത്രയോ നാളുകളായി PSCക്കകത്തുള്ള തട്ടിപ്പിനായി ശക്തമായ പോരാട്ടം നടത്തുകയാണ്.